That is how I know you go far across the distance and spaces between us. You have come to show you go near, far, wherever you are. I believe that my heart will go once more. You open the door and you're here in my heart, and my heart will go on and you're here. There's nothing I fear, and I know that the heart will go on. We'll stay forever this way. You are safe in my heart, and my heart will go on and ലോകം കണ്ടതിൽ വച്ച് അൺഫൊഗറ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമ, അതേപോലെ തന്നെ അൺഫൊഗറ്റബിൾ ആയിട്ടുള്ള ഒരു പാട്ട്. ടൈറ്റാനിക് എന്ന ആ മഹത്തായ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും മുന്നിൽ നമിച്ചുകൊണ്ട് ഡ്യുവറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഡ്യുവറ്റിൽ എന്നോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഡ്യുവറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ മ്യൂസിഷ്യൻസ്, അവരെ ഞാൻ പരിചയപ്പെടുത്താണ്. റാൽഫിൻ സ്റ്റീഫൻ ഓൺ പിയാനോ, സൗന്ദരരാജൻ മാസ്റ്റർ ഓൺ വീണ ആൻഡ് രാജേഷ് ഓൺ ഫ്ലൂട്ട്. ഡ്യുവറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളോടൊപ്പം നല്ല നല്ല പാട്ടുകളും നല്ല നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഗായകൻ ബിജു നാരായണൻ ഉണ്ടായിരുന്നു. ബിജു ചേട്ടനെ ഒരിക്കൽ കൂടി ഡ്യുവറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹായ് ചേട്ടാ, വെൽക്കം ബാക്ക്. എന്നെ പോലെയുള്ള പാട്ടുകാർ, ഞങ്ങളൊക്കെ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഈ ഫീൽഡിൽ വന്നിട്ട്. അപ്പം ഞങ്ങൾക്കൊക്കെ കിട്ടിയതിനേക്കാളും ഒക്കെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ബിജുചേട്ടൻ്റെ ഒരു കാലത്ത് വന്ന സിംഗേഴ്സിന് ആ ഒരു ഭാഗ്യം കിട്ടി. ശരിക്കും ഞാൻ അത് ആലോചിക്കായിരുന്നു. നമുക്കൊന്നും അത്ര അനുഭവങ്ങളൊന്നും ഇല്ല പറയാനായിട്ട്. അല്ല, അത് നമ്മൾ ഈ പറഞ്ഞ ചില കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. കാരണം നമ്മൾ സിനിമയെ പാടുന്നതിനേക്കാളും കൂടുതൽ പാടുന്നത് ബേസിക് ആൽബംസ് ആണ്. അതും ഈ പറഞ്ഞാൽ അതിലൂടെയും ഒരുപാട് പ്രഗത്ഭരായ ആൽബംസിൽ മാത്രം തിളങ്ങി നിൽക്കുന്ന സംഗീത സംവിധായകരും പലരും റൈറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അവരും ഒക്കെ സിനിമ ചെയ്യുന്നവരും പക്ഷേ ആൽബംസ് മാത്രം കൂടുതൽ ചെയ്യുന്നവരായിട്ടുള്ള ആളുകളൊക്കെയാണ്. ഞാനൊക്കെ കാസറ്റ് ഫീൽഡിന് നല്ലൊരു സമയത്ത് തന്നെ ഈ ഫീൽഡിൽ വന്ന ആളാണ്. ഒരു 80 മുതലാണ്, 82-85 മുതലാണ് ആൽബംസ്. പിന്നെ 2000 വരെയാണ് ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് പറയാവുന്നത്. കാരണം ഒരുപാട് ആളുകൾ കാസറ്റ് മേടിച്ചിരുന്നതും. ജോത്സനയും ഒരുപാട് ആൽബംസ് പാടിയിട്ടുണ്ട്. ജോത്സന സ്വന്തമായിട്ട് ആൽബംസ് പ്രൊഡ്യൂസ് ഇറക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം ഇന്നത്തെ കാലത്ത് ആൽബം ചെലവാണെങ്കിൽ ബുദ്ധിമുട്ട്. അതെ അതെ, എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഡ്യുവറ്റിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മ്യൂസിക് വളരെ അപൂർവമായിട്ട് ചെയ്തിട്ടുള്ളൂ. അത് ചെയ്തിട്ടുണ്ടെന്നുള്ള പലർക്കും അറിയില്ല. ഞാൻ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ആൽബത്തിൽ ജോത്സന പാടിയിട്ടുണ്ട്. നല്ലൊരു കൃഷ്ണന്റെ പാട്ട്, അതൊരു പ്രാദേശിക ഒരു അമ്പലത്തിന് വേണ്ടി. അത് സത്യം പറയുകയാണെങ്കിൽ മ്യൂസിക് ഡയറക്ടർക്ക് കൊടുക്കാൻ
പൈസ ഇല്ലാത്തൊരു ബഡ്ജറ്റ് ഒരു വർക്ക് ആയതുകൊണ്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു സ്ഥാനം ഏറ്റെടുത്തതാണ്. അല്ലാതെ വേറൊരാളുടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ, നല്ലൊരു വർക്കായിരുന്നു. താങ്ക് യു. ഫിലിം പോലെ തന്നെ ഹിറ്റായിട്ടുള്ള പല സോങ്സും പാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ചില ആൽബം സോങ്സ് എന്താ പറയുക, ആൾക്കാരുടെ മനസ്സിൽ അത്രയധികം നിറഞ്ഞു നിൽക്കുന്ന ചില പാട്ടുകളാണ്. അത് മേ ബി പല പല കാരണങ്ങളും ഉണ്ടാവാം. ചില മ്യൂസിക്കിൻ്റെ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ലിറിക്സിൻ്റെ ഗുണം കൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ഗാനങ്ങൾ പാടിയിട്ടുള്ളതിൽ ഒരുപാട് ഇപ്പോഴും ചില ഗാനമേളയ്ക്ക് റിക്വസ്റ്റ് വരുന്ന ചില പാട്ടുകളാണ് നിനക്കായി തോഴി പുനർജനിക്കാം എന്നുള്ള പാട്ട്. അതേപോലെ തന്നെ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയത് ആരാണെന്നുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ട്. അതൊക്കെ ഇപ്പോഴും പല വാലന്റൈൻസ് ഡേക്കൊക്കെ പല ചാനലുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ്. അതൊക്കെ ഒരു സിംഗർ എന്ന രീതിയിൽ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ആണ്. അപ്പൊ ആ സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് പാടിയാലെന്താ. പിന്നെന്താ. നിന്നെ ഉറക്കുവാൻ താരാട്ടുകട്ടിലാണിന്നെന്നോമനെ എൻ ഹൃദയം. നിന്നെ ഉറക്കുവാൻ താരാട്ടുകട്ടിലാണിന്നെന്നോമനെ എൻ ഹൃദയം. ആ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണമല്ലേ. വർണ്ണിച്ചു ഞാൻ ആദ്യമായി പാടിയ താരാട്ടുപാട്ടിൻ്റെ ഈണമല്ലേ. താരാട്ടുപാട്ടിൻ്റെ ഈണമല്ലേ. നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങളൊന്നു ചേരാം. അന്നെൻ്റെ ബാല്യവും കൗമാരവും നിനക്കായി മാത്രം പങ്കുവയ്ക്കാം, ഞാൻ പങ്കുവയ്ക്കാം. നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങൾ ഒന്നു ചേരാം. ബാലഭാസ്കറിന്റെ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ അല്ലേ. അതെ അതെ. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ വരികളും ബാലിന്റെ മാസ്മരിക മ്യൂസിക്കും.